Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടി വ്യവസായ വകുപ്പ് മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യത്തിലെ സംഗീതം എന്നാൽ യഥാർത്ഥ ജീവിതമാണെന്നും അത് വേണ്ട വിധം തിരിച്ചറിയപ്പെടണമെന്നും CJ കുട്ടപ്പൻ. നാടോടിത്തം നഷ്ടപ്പെടുത്തുന്നിടത്താണ് കച്ചവട സ്വഭാവം വളരുന്നതെന്നും CJ കുട്ടപ്പൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ചെറുകുന്ന തറയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചു. M. വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഫെബ്രുവരി 6-7 തീയതികളിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. CPI മണ്ഡലം സെക്രട്ടറി M. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടി വ്യവസായ വകുപ്പ് മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. കണ്ടോന്തർ കേന്ദ്രീകരിച്ച് മന്ത്രിയെ സ്വീകരിച്ച് ആനയിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ പരിപാടി വ്യവസായ വകുപ്പ് മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തോട് തികച്ചും ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ആവശ്യമായ ഒരു സഹായവും നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ലെന്ന് EP ജയരാജൻ പറഞ്ഞു. ഈ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന, കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം തരാതിരിക്കുക, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മെഡിക്കൽ രംഗത്ത് IMC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വലിയ സ്ഥാപനം, കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനം അംഗീകരിച്ചു തരാൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ ഒരു സഹായങ്ങളുമില്ല, ഒരു ആശുപത്രികളുമില്ല, ഒരു IIT-കളുമില്ല. ഇങ്ങനെ കേരളത്തെ അവഗണിക്കുകയാണ്. റെയിൽവേയുടെ വികസനം ഉണ്ടാകുന്നില്ല. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം നടത്താനുള്ള സർക്കാർ തീരുമാനത്തോട് സഹകരിക്കാൻ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടെങ്കിലും അവർ തയ്യാറായില്ല. കേന്ദ്ര വിരുദ്ധരാകുമോ എന്ന ഭയമാണ് പ്രതിപക്ഷത്തിന്. കേരളത്തിലെ സഹായിക്കുന്നത് തടയാനാണ് പ്രതിപക്ഷവും ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDF-മായി സഹകരിച്ചുകൊണ്ട് ഡൽഹിയിൽ ഒരു സമരം, അതിനുവേണ്ടി UDF-കാരോട് അഭ്യർത്ഥിച്ചു. മുഖ്യമന്ത്രി തന്നെ കേരളത്തിലെ UDF-ന്റെ നേതാക്കന്മാരെ, പ്രതിപക്ഷത്തിന്റെ പ്രധാനിയെയും ഉപപ്രധാനിയെയും വിളിച്ചു, കക്ഷി നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു. അവരുമായിട്ട് ചർച്ച ചെയ്ത് അവരോട് പറഞ്ഞു, നിങ്ങൾ സഹകരിക്കണം, ഇത് ഇടതുപക്ഷത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇവിടെ പണം ലഭ്യമാകാതിരുന്നാൽ കേരളക്കാർക്കാണ് വിഷമം. ഞങ്ങൾ മുന്നണി എന്നുള്ള നിലയിൽ ആലോചിച്ച് വിവരം പറയാം.
ഇന്നലെ അവർ പത്രക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഡൽഹിയിലെ സമരത്തിനില്ല. ഡൽഹിയിൽ സമരം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് ഞങ്ങൾ സമരം ചെയ്താൽ ഞങ്ങൾ കേന്ദ്ര വിരോധികളാവും, ഇടതുപക്ഷ സ്നേഹികളാവും. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലില്ല. മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴച്ച ഭരണം മതാധിഷ്ഠിതമാക്കുകയാണ് BJP ചെയ്യുന്നതെന്നും EP ജയരാജൻ പറഞ്ഞു. ചടങ്ങിൽ M വിജിൻ MLA അധ്യക്ഷനായി. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മറുപടി പ്രസംഗം നടത്തി. EP ബാലൻ, മുൻ MLA TV രാജേഷ്, K പത്മനാഭൻ, PP ദാമോദരൻ, T സുലജ, B ഹംസഹാജി, PV മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സാഹിത്യത്തിലെ സംഗീതം എന്നാൽ യഥാർത്ഥ ജീവിതമാണെന്നും അത് വേണ്ട വിധം തിരിച്ചറിയേണ്ടിയിരിക്കുന്നുവെന്നും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ CJ കുട്ടപ്പൻ പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം നടത്തിയ സാഹിത്യത്തിലെ നാടോടി ജീവിതം എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ നഗരസഭ ജനുവരി 26, 27, 28 തീയതികളിൽ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തോടനുബന്ധിച്ച് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം നടത്തിയ സാഹിത്യത്തിലെ നാടോടി ജീവിതം എന്ന സെമിനാർ കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ CJ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. 5 പദങ്ങളാണ്. ആദി, അന്തം, ഇല്ല, അന്തം, പോയി, യുഗം, ഇങ്ങനെയുള്ള ഏതാനും ചില കുറുവാക്കുകൾ കൊണ്ടാണ് ആ വരികൾ നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യം അന്തവും ഇല്ലാത്തത് എന്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരല്പം ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ പരിധിപ്പോകേണ്ട കാര്യമൊന്നുമില്ല, വട്ടമാണ്. പാട്ടുകൾ ഉൾപ്പെടെ ലോകത്തുണ്ടായ ഏതൊരു ജനകീയ സാഹിത്യവും മണ്ണും മനുഷ്യനും തമ്മിലുള്ള സൂക്ഷ്മതകളെ അനാവരണം ചെയ്യുന്നു. നൂറ്റാണ്ടുകളിലൂടെ നാടൻ പാട്ടുകൾ ആവിഷ്കരിച്ചതും അതുതന്നെയാണ്. നാടോടിത്തം നഷ്ടപ്പെടുന്നിടത്ത് കച്ചവട സ്വഭാവം വളരുന്നു. അനുഭവമില്ലാത്ത തലമുറയായി നമ്മൾ പരിവർത്തിക്കപ്പെടുന്നു എന്നും CJ കുട്ടപ്പൻ കൂട്ടിച്ചേർത്തു. ഡോക്ടർ YV കണ്ണൻ പയ്യന്നൂർ പാട്ടിലെ പയ്യന്നൂർ എന്ന വിഷയത്തിലും, ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ നാടോടിയീണവും സിനിമാ ഗാനങ്ങളും എന്ന വിഷയത്തിലും പ്രബന്ധം അവതരിപ്പിച്ചു. ഡോക്ടർ VM സന്തോഷ്, ഡോക്ടർ അനില, ഡോക്ടർ M പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ AC ശ്രീഹരി, ഡോക്ടർ ശ്രീമായ, ഡോക്ടർ P പ്രജിത, P സോന, ഡോക്ടർ പത്മനാഭൻ കാവുമ്പായി, ഡോക്ടർ V വാസുദേവൻ, യൂണിയൻ ചെയർമാൻ VP അർജുൻ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യവുമായി DYFI സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ശനിയാഴ്ച കണ്ണൂർ ജില്ലയിൽ 1.5 ലക്ഷം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് DYFIയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. ജില്ലയിൽ 1.5 ലക്ഷം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകുമെന്നാണ് DYFI പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ പ്രതിഭകളും കണ്ണിയിൽ അണിചേരും. ദേശീയപാത, സംസ്ഥാനപാത എന്നിവിടങ്ങളിലായി വൈകുന്നേരം 3 മണിക്ക് മനുഷ്യച്ചങ്ങലയ്ക്ക് തുടക്കമാകും. 4:30 റിഹേഴ്സൽ ചങ്ങലയും 5 മനുഷ്യച്ചങ്ങലയും തീർക്കും. ജില്ലയിൽ 28 കേന്ദ്രങ്ങളിൽ വിവിധ നേതാക്കൾ പങ്കെടുത്ത് പൊതുയോഗവും സംഘടിപ്പിക്കും. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ മനുഷ്യച്ചങ്ങലയിൽ അണിചേരും. മനുഷ്യച്ചങ്ങല വിജയകരമായി പൂർത്തിയാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് നേതാക്കളും പ്രവർത്തകരും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ചെറുകുന്ന് തറയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 6, 7 തീയതികളിൽ കണ്ണപുരത്ത് നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് ചെറുകുന്ന് തറയ്ക്ക് സമീപം സംഘാടക സമിതി ഓഫീസ് ആരംഭിച്ചത്. M വിജിൻ MLA ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്താവിനിമയ രംഗം കുത്തകകളുടെ കയ്യിലേക്ക് കൂടുതലായി എത്തിച്ചേരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ ഈ രംഗത്തെ ജനകീയ ബദലാണ് സിഒയെ പ്രാവർത്തികമാക്കുന്നതെന്ന് M വിജിൻ MLA പറഞ്ഞു. വലിയ മാധ്യമങ്ങളെല്ലാം പല താല്പര്യങ്ങളിലൂടെ കടന്നു. പിന്നെ ചെറുവാർത്തകൾ ഒരുപക്ഷെ നമുക്കെല്ലാം ഏറ്റവും ഗുണപ്രദമായി നമ്മളെല്ലാം ജനജീവിതത്തിലൂടെ കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ശരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഈ നാടിന്റെ സ്പന്ദനങ്ങൾ ഓരോ മുക്കിലും മൂലയും ജനങ്ങളിൽ എത്തിക്കുന്നതാണ്. ഒരുപക്ഷെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് വളരെ അഭിപ്രായം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ആളുകൾ പറയുന്നത് നമ്മുടെ പ്രാദേശിക ചാനലുകളുടെ വാക്കുകൾ. ചടങ്ങിൽ നെറ്റ്വർക്ക് ചാനൽ മാനേജിംഗ് ഡയറക്ടറും സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ K സജീവ് കുമാർ അധ്യക്ഷനായി.
ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രതി കോടേരി ലോഗോ പ്രകാശനം നിർവഹിച്ചു. COA ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, ജില്ലാ ട്രഷറർ AV ശശികുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് വി മനോജ് കുമാർ, KTS MD വിനയകുമാർ, C2NET ചെയർമാൻ വിൽസൺ മാത്യു, COA കണ്ണൂർ മേഖലാ സെക്രട്ടറി മുകുന്ദൻ, തലപ്പറമ്പ് മേഖലാ സെക്രട്ടറി KC അഭിനേഷ്, പറശ്ശിനി മേഖലാ സെക്രട്ടറി NVK അനിൽകുമാർ, കണ്ണൂർ വിഷൻ MD KK പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ P ശശികുമാർ സ്വാഗതം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി M ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമായി നൽകുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPI തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി M ഗംഗാധരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അവരുടെ പ്രസവാനന്തര സഹായം കൊടുക്കുന്നത് 15,000 രൂപയാണ്. മരണാനന്തരം കൊടുക്കുന്നത് 5,000 രൂപയാണ്. ഇതൊക്കെ ക്ഷേമനിധിയുടെ തുടക്കം മുതലുണ്ടായ ആനുകൂല്യങ്ങളാണ്. കുട്ടികളുടെ സ്കോളർഷിപ്പും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളിലും ഒരു മാറ്റവും ഇതുവരെ വരുത്താൻ ഈ ക്ഷേമനിധി ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ചടങ്ങിൽ പോതാവൂർ രാജൻ അധ്യക്ഷനായി. നേതാക്കളായ CV വിജയരാജ്, രവീന്ദ്രൻ മാണിയാട്ട്, MV രാജൻ, സുഭാഷ് ചിമേനി, CPI തൃക്കരിപ്പൂർ ലോക്കൽ സെക്രട്ടറി MB ബിജീഷ്, മണ്ഡലം സെക്രട്ടറി TV രവി തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോടിയായി നടന്ന പ്രകടനത്തിന് P സദാനന്ദൻ, PP നാരായണൻ, P രാമകൃഷ്ണൻ, TTV കുഞ്ഞിരാമൻ, A രോഹിണി, K ഗംഗാധരൻ, T നസീർ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുതാഴം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന സംഗമം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിലെ ഓരോ പ്രത്യേകമായ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ പദ്ധതികൾ രൂപീകരിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കകത്തും വന്നിട്ടുള്ള മാറ്റങ്ങൾ. അത്തരമൊരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പകൽ വിശ്രമ കേന്ദ്രങ്ങൾ ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PP രോഹിണി, PP അംബുജാക്ഷൻ, MT സബിത, TV അജിത, സെക്രട്ടറി K ശിവദാസൻ, ICDS സൂപ്പർവൈസർ P സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ വയോജനങ്ങളും നിയമവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. വയോജനങ്ങളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തിനും അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിനും വേദിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജന സംഗമം സംഘടിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പീഡിക സംരക്ഷണ സമിതി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി KVVES സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിലെ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ 18ഓളം ചെറുകിട ഇടത്തരം കച്ചവടക്കാരുടെ പ്രതിമാസ വാടകയിൽ ഭീമമായ വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് 2011 ഉടമ വ്യാപാരികളെ സമീപിച്ചിരുന്നു. 1 ലക്ഷം രൂപ വരെ വാടക ഇനത്തിലും 1 കോടി രൂപ കുടിശ്ശികയായും വ്യാപാരികളോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കാലോചിതവും മാന്യവുമായ വാടക നൽകാൻ കച്ചവടക്കാർ തയ്യാറാണെങ്കിലും തങ്ങളുടെ വീടും സ്ഥാപനങ്ങളുമടക്കം സർവസ്വവും പിടിച്ചെടുക്കുവാൻ ഉടമ ശ്രമം നടത്തുകയാണെന്നും വ്യാപാരികൾ പറയുന്നു. വ്യാപാരികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും തൊഴിലാളികളെയും തെരുവാധാരമാക്കുന്ന ഈ നടപടിക്കെതിരെ പീഡിക സർവകക്ഷി ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമരപരിപാടികൾ ഊർജിതമാക്കുന്നതിനായി പീഡിക സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടന്നു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി KVVES സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. KU വിജയകുമാർ, AP നാരായണൻ, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, KT സഹദുള്ള, M രാമകൃഷ്ണൻ, പനക്കീൽ ബാലകൃഷ്ണൻ, P ജയൻ, B നന്ദകുമാർ, MB തിലകൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, VP സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാർക്കായി വേറിട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്ത് വാർഡ് സഭ സംഘടിപ്പിച്ചു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഭിന്നശേഷിക്കാർക്കായി വേറിട്ട പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വാർഡ് സഭ സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. വലിയ മോശമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയിലെ ആളുകൾക്ക് അവരെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് ആ കുടുംബം തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തീരെ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കുടുംബത്തിന് ഭിന്നശേഷിക്കാരായ കുട്ടികളെ എങ്ങനെയാണ് വളർത്തിപ്പോവുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നിലയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് എന്നതാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ C ജയ, T വിശ്വനാഥൻ, കൗൺസിലർമാരായ KK ഫൽഗുനൻ, ഇക്ബാൽ പോപ്പുലർ, ICD സൂപ്പർവൈസർമാരായ V വിഭ, AP ചിത്രലേഖ, പദ്ധതി കോർഡിനേറ്റർ VP സുകുമാരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P രവീന്ദ്രൻ, ഭിന്നശേഷി സംഘടനാ പ്രതിനിധി ET പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കുഞ്ഞിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഞാനുമുണ്ട് പരിചരണത്തിന് പാലിയേറ്റീവ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് രോഗികളുടെയും പരിചരണം നൽകുന്നവരുടെയും കുടുംബസംഗമം കണ്ടംകുളങ്ങര BR നായനാർ സ്മാരക വായനശാലയിൽ നടന്നു. സംഗമം M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാനുമുണ്ട് പരിചരണത്തിൽ എന്ന ബോധവൽക്കരണവും ഈ മാതൃകാപരമായ പരിപാടിയും നമുക്ക് മികവാർന്ന രീതിയിൽ സംഘടിപ്പിക്കാൻ സാധിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞൊരിക്കലും ഒരു നല്ല അർത്ഥത്തിൽ മാത്രം, നല്ല അർത്ഥത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഓരോന്നിൽ നിന്നാണെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ ഉരുവപ്പെടുക. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M ശശീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശോഭ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകരൻ മാസ്റ്റർ, വാർഡ് മെമ്പർ T കല്യാണി, പഞ്ചായത്ത് സെക്രട്ടറി KV പ്രകാശൻ, കുഞ്ഞിമംഗലം റോട്ടറി പ്രസിഡന്റ് രഞ്ജിത് കുമാർ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീബ B നായർ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിൽ പയ്യന്നൂർ കോളേജ് NSS വിദ്യാർത്ഥികളും പങ്കാളികളായി. പാലിയേറ്റീവ് രോഗികൾക്ക് റോട്ടറി ക്ലബിന്റെ വക കിറ്റ് വിതരണം നടത്തി. തുടർന്ന് കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാരുടെ ഫ്യൂഷൻ ഡാൻസും പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. KSTA 33ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമ്പയിൽ പ്രചരണ സ്തൂപം സ്ഥാപിച്ചു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. KSTA 33ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെരുമ്പയിൽ സ്ഥാപിച്ച പ്രചരണ സ്തൂപത്തിന്റെ ഉദ്ഘാടനം KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV ബെന്നി നിർവഹിച്ചു. ജില്ലാ സെക്രട്ടറി K ശശീന്ദ്രൻ, PV സുരേന്ദ്രൻ, KR വിനോദ്, K രാജീവൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 2023-24 വാർഷിക പദ്ധതി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണം നടന്നു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചെയർപേഴ്സൺ KV ലളിത നഗരസഭാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മെൻസ്ട്രൽ കപ്പ് വിതരണത്തിന്റെ നഗരസഭാതല ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. വളരെ ശാസ്ത്രീയമായിട്ടുള്ള നിലയിൽ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ നിൽക്കാൻ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഏത് സമയത്ത് എല്ലാ സമയവും 30 ദിവസം മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിൽ ആ 30 ദിവസം ഒരുപോലെ നമുക്ക് ഇടപെടാൻ പാകത്തിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാകത്തിൽ ഒരു സുരക്ഷിതത്വം നൽകുന്ന ഒരു പദ്ധതിയായിട്ട് ഇതിനെ കാണുകയാണ്. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ആർത്തവ ശുചിത്വ രംഗത്ത് കുട്ടികളിൽ കൂടുതൽ സുരക്ഷിതത്വ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സഫാസി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TP സമീറ, T വിശ്വനാഥൻ, VV സജിത, കൗൺസിലർമാരായ മണിയറ ചന്ദ്രൻ, ഇക്ബാൽ പോപ്പുലർ, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ AV മധുസൂദനൻ, സ്കൂൾ പ്രിൻസിപ്പാൾ വേണുഗോപാലൻ K, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിധു T, ശ്യാം കൃഷ്ണൻ, സോഷ്യോ എക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഓഫീസർ ആതിര P, സൗമ്യ P എന്നിവർ സംസാരിച്ചു. പദ്ധതിയിലൂടെ 5,24,000 രൂപ ചിലവിൽ നഗരസഭയിലെ പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, AKAS GVHSS, BHSC പയ്യന്നൂർ, കണ്ടങ്കാളി, തായ്നേരി, വെള്ളൂർ, കോറോം എന്നീ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലാണ് വിതരണം ചെയ്തത്.
വിവിധ വിദ്യാലയങ്ങളിൽ നടന്ന വിതരണോദ്ഘാടന ചടങ്ങിലും ബോധവൽക്കരണ ക്ലാസ്സിലും കൗൺസിലർമാരായ ടി ദാക്ഷായണി, KM സുലോചന ടീച്ചർ, PTA പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർ വർഷത്തിൽ നഗരസഭക്കകത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലും പദ്ധതി നടപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. സോഷ്യോ ഇക്കണോമിക് യൂണിറ്റ് ഫൗണ്ടേഷൻ കണ്ണൂരാണ് ആവശ്യമായ മെൻസ്ട്രൽ കപ്പ് വിതരണത്തിനായി നൽകിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ എടാട്ടുമ്മൽ ചേതന യോഗ സെന്ററിൽ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 31-നാണ്. സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ ആഭിമുഖ്യത്തിൽ എടാട്ടുമ്മൽ ചേതന യോഗ സെന്ററിൽ വെച്ച് നടക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ അക്യൂപ്രഷർ ആൻഡ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ, സർട്ടിഫിക്കറ്റ് ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നീ 6 മാസ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആദ്യത്തെ കോഴ്സിന് SSLCയും രണ്ടാമത്തേതിന് +2 തത്തുല്യമാണ് യോഗ്യത. ഉയർന്ന പ്രായപരിധിയില്ല. ആഴ്ചയിൽ അവധി ദിവസങ്ങളിൽ മാത്രമാണ് സെന്ററിൽ വെച്ച് ക്ലാസ് നൽകുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 31-ആണ്. കൂടുതൽ വിവരങ്ങൾക്കായി 9456544737 എന്ന നമ്പറിലോ 8129119129 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി 31-ആണെന്നും ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. MV സുകുമാരൻ, സീതാ ഗണേഷ്, KV ഗണേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോഹിനിയാട്ടത്തിൽ A ഗ്രേഡ് നേടിയ ശ്രീദേവി ഉപേന്ദ്രനെ ഭാവരാഗം ഓർക്കസ്ട്ര അനുമോദിച്ചു. സിനിമാ നടൻ ജിജു രാജ് ഉപഹാരം നൽകി. സംസ്ഥാന കലോത്സവത്തിൽ മോഹിനിയാട്ട മത്സരത്തിൽ 1-ാം സ്ഥാനം നേടിയ ശ്രീദേവി ഉപേന്ദ്രനെ ഭാവരാഗം ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. കലാമണ്ഡലം ലീലാമണി ടീച്ചറുടെ ശിക്ഷണത്തിലാണ് ശ്രീദേവി മോഹിനിയാട്ടം അഭ്യസിച്ചത്. ഭാവരാഗത്തിൽ നടന്ന പരിപാടിയിൽ സിനിമാ താരം ജിജുരാജ് ഉപഹാരം നൽകി. അഡ്വക്കേറ്റ് OK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മലബാർ രമേശ്, സുഗുണൻ, ഷൈൻദാസ്, ഉപേന്ദ്രൻ, രാജു നാരായണൻ, ഗോപി, കണ്ണൂർ അശോകൻ, നികേഷ് താപം, C വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ജന്മനാട്ടിൽ ഊഷ്മള സ്വീകരണം. LDFന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ പരിപാടി വ്യവസായ വകുപ്പ് മുൻ മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യത്തിലെ സംഗീതമെന്നാൽ യഥാർത്ഥ ജീവിതമാണെന്നും അത് വേണ്ട വിധം തിരിച്ചറിയപ്പെടണമെന്നും CJ കുട്ടപ്പൻ. നാടോടിത്തം നഷ്ടപ്പെടുത്തുന്നിടത്താണ് കച്ചവട സ്വഭാവം വളരുന്നതെന്നും CJ കുട്ടപ്പൻ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ചെറുകുന്ന തറയ്ക്ക് പ്രവർത്തനം ആരംഭിച്ചു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഫെബ്രുവരി 6-7 തീയതികളിൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നോർത്ത് തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും. CPI മണ്ഡലം സെക്രട്ടറി M ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.